കൊടിയും ചിഹ്നവും സ്വന്തമാക്കിയതിനു ശേഷമുള്ള NCP പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം കളമശ്ശേരി ഫാൽക്കൺ ഓഡിറ്റോറിയത്തിൽ നടന്നു. അജിത് പവാർ വിഭാഗത്തെ NCP ഔദ്യോഗിക വിഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച സാഹചര്യത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് LDF നേതൃത്വത്തിന് കത്ത് നൽകാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. NCP ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റ് ചുമതലയുമുള്ള NA മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം നടത്തിയത്. PC ചാക്കോ NCPയുടെ പേരിൽ ഇനി LDF നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ LDFനൊപ്പം നിന്ന് പ്രവർത്തിക്കാനും LDF നേതൃത്വവുമായി ചർച്ച നടത്താനും പ്രസിഡന്റിനെ യോഗം ചുമതലപ്പെടുത്തി. NCPയുടെ കൊടിയും ചിഹ്നവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച എല്ലാവരുടെയും യോഗം വിപ്പ് നൽകി വിളിക്കാൻ തീരുമാനിച്ചു. യോഗത്തിൽ എല്ലാവരും നിർബന്ധമായും പങ്കെടുക്കണം. പങ്കെടുക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി. എത്രയോ വർഷങ്ങളായി LDFന്റെ ഭാഗമായി നിന്ന ഒരു പാർട്ടി 99-ന് ശേഷവും NCPയും അതേ തീരുമാനത്തിൽ തുടർന്നു വന്നു ഇന്ന് വരെ. കേരളത്തിൽ വളരെ വ്യക്തതയോടുകൂടി തന്നെ ഈ പാർട്ടി ചിഹ്നവും ബാക്കി ലഭിച്ച നിലയ്ക്ക് NCP ഒരു സംശയവും വേണ്ട LDFന്റെ കൂടെ ഉണ്ടാകും. PC ചാക്കോ നിലവിൽ ചിഹ്നവും കൊടിയുമില്ലാത്ത പാർട്ടിയുടെ നേതാവായി മാറി. മാത്രവുമല്ല NCP ശരത്ചന്ദ്ര പവാർ NCP-S എന്ന പാർട്ടിയുടെ പേര് മഹാരാഷ്ട്ര രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം നൽകിയ പേരായതിനാൽ ആ പാർട്ടിക്ക് ഇപ്പോൾ കൊടിയോ അംഗീകാരമോ പേരോ പോലും ഇല്ലെന്നതാണ് വസ്തുത. കൂടെയുള്ള ആളുകളുടെ ഒഴുക്ക് തടഞ്ഞു പിടിച്ചു നിർത്താൻ ചാക്കോയും AK ശശീന്ദ്രനും നടത്തുന്ന ചെപ്പടി വിദ്യ പ്രബുദ്ധരായ സംസ്ഥാനത്തെ പാർട്ടി അംഗങ്ങൾ തള്ളിക്കളയും. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മനുഷ്യജീവൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ വീഴ്ചകൾ യോഗം വിലയിരുത്തി. വനംവകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും തികഞ്ഞ അനാസ്ഥ ഉണ്ടായതായി യോഗം നിരീക്ഷിച്ചു. ഈ സാഹചര്യത്തിൽ NCPയുടെ മന്ത്രിയെ പിൻവലിക്കാൻ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചു. മന്ത്രിസ്ഥാനത്ത് നിന്നും AK ശശീന്ദ്രനെ മാറ്റി പകരം പാർട്ടിക്ക് അനുവദിച്ചിട്ടുള്ള മന്ത്രിസ്ഥാനം തോമസ് K തോമസിനെ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനും തീരുമാനമായി. NCP വലിയ പാർട്ടിയായി മാറുമെന്നും വരും കാലങ്ങളിൽ NCP ഉത്തരവാദിത്തമുള്ള പാർട്ടിയായി മാറുമെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് വാരിക്കാട്ട് പറഞ്ഞു. ഇത്രയും കഴിവുകെട്ട വനം മന്ത്രിയെ ചവിട്ടി പുറത്താക്കണമെന്നും റോയ് വാരിക്കാട്ട് പറഞ്ഞു. വന്യമൃഗ ശല്യം മൂലം കേരളത്തിലെ കർഷകര് സാധാരണ മനുഷ്യർ വിഷമിക്കുക. 100 കണക്കിന് കോടി രൂപയുടെ നഷ്ടം കൃഷിക്കാർക്കുണ്ടാകുമ്പോൾ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ മുമ്പിൽ സാധാരണ കൃഷിക്കാർ ജീവൻ രക്ഷിക്കുന്നതിനും കൃഷി രക്ഷിക്കുന്നതിനും വേണ്ടി കൈകൂപ്പി നിൽക്കേണ്ട സ്ഥിതിയാണ്. ഇങ്ങനെ ഒരു മന്ത്രി കഴിഞ്ഞ 50 കൊല്ലത്തിനിടയ്ക്ക് ഇത്രയും കഴിവുകെട്ട ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കേണ്ടതാണ്. ആ സ്ഥിതിയിൽ ഇന്നിവിടെ ഒരു പ്രമേയം അവതരിപ്പിച്ചത് അദ്ദേഹത്തെ നീക്കണമെന്നാണ്. വയനാട് അജീഷ് എന്ന മധ്യവയസ്കൻ കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ യോഗം അടിയന്തര പ്രമേയത്തിലൂടെ അനുശോചനം രേഖപ്പെടുത്തി. നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും മന്ത്രി കഴിവുകെട്ടവനാണെന്നും തലസ്ഥാനത്ത് നിന്നും മന്ത്രിയെ നീക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. വയനാട് മാനന്തവാടി പടമലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ നിര്യാണത്തിൽ NCP അടിയന്തര പ്രമേയ മുഖേന അനുശോചനവും രേഖപ്പെടുത്തി. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് മാനന്തവാടിയിലെ കുടിയേറ്റ കർഷകനായ അജീഷ് ഉൾപ്പെടെ 43ഓളം പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ഈ മരണങ്ങളെയെല്ലാം വളരെ ലാഘവത്തോടെ കാണുന്ന വനമന്ത്രി ജനങ്ങളെ പരിഹസിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ നിലപാടിനെ യോഗം ശക്തമായി പ്രതിഷേധിക്കുന്നു. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് നിലവിലുള്ള നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി വന്യമൃഗങ്ങളെ എണ്ണവും ആക്രമണങ്ങളും നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിക്കേണ്ട മന്ത്രി അതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് യോഗം അഭിപ്രായപ്പെടുന്നു. ആയതിനാൽ മന്ത്രിയുടെ കഴിവുകെട്ടവനാണെന്ന് എന്നത് കൊണ്ട് മന്ത്രിയെ തലസ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ കാലങ്ങളിലായി വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മരണപ്പെട്ടവരുടെയും ഈയിടെയായി മാനന്തവാടിയിൽ കൊല്ലപ്പെട്ട കുടിയേറ്റ കർഷകനായ അജീഷിൻ്റെയും മരണത്തിൽ ഈ യോഗം അനുശോചനം രേഖപ്പെടുന്നു. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായി NCP വളരുകയാണ്. അജിത് പവാർ വിഭാഗത്തിന് കൊടിയും ചിഹ്നവും ലഭിച്ചതോടെ പാർട്ടി കൂടുതൽ ഉഷാറായി. കളമശ്ശേരി ഫാൽക്കൺ ഓഡിറ്റോറിയത്തിൽ നടന്ന NCP സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പ്രമുഖ നേതാക്കളടക്കം 100ഓളം പേർ പങ്കെടുത്തു. യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് വാരിക്കാട്ട്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ KG പുരുഷോത്തമൻ, P കുഞ്ഞിക്കണ്ണൻ, PV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, KA ജബ്ബാർ, KB മധു എന്നിവർ പങ്കെടുത്തു.